Hello, welcome back to another video. This is me, Arun here. So, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്കോ ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ളവർക്കോ നമ്മളുടെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ബേസിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കറന്റ് നമ്മൾ ഒരു പ്രീമിയം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി എടുക്കുന്ന ഇൻട്രാഡേ ട്രേഡ്സുകളായിട്ടുള്ള നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിലെ സിഗ്നൽസുകൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇനിയും കുറെ അധികം പ്രീമിയം സർവീസസ് വരാൻ പോകുന്നുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻ പൊസിഷൻസ് വരുന്നുണ്ട്. ദെൻ ഫോറെക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡ്സ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സർവീസസ് നമ്മൾ എന്തായാലും ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറന്റ് ഇപ്പോൾ നമുക്ക് നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ ഇൻട്രാഡേയുടെ സിഗ്നൽസ് ആണ് നമ്മൾ ബേസിക്കലി പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. അതായത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സ്ക്രീനിലോട്ട്. സോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഡയറക്റ്റ് ആണത് ഇങ്ങോട്ടായിരിക്കും. ഇവിടെ വന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഗെറ്റ് ദിസ് കോഴ്സ് എന്ന് കൊടുക്കുക. സോ ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത കൊണ്ട് ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. സോ ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫുൾ നെയിം കൊടുക്കുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്പർ കൊടുക്കുക. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൽ ID കൊടുക്കുക. ദെൻ ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ് ഏതാണോ അത് അവിടെ കൂടെ ക്ലിയർ ചെയ്ത് കൊടുത്തേക്കുക. ദെൻ വെരിഫൈ വിയ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വരും. വാട്സപ്പിലും വരും, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും. നേരെ ആ OTP എടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയും. ദെൻ ജസ്റ്റ് പ്രോസസ്സ് ചെയ്താൽ മാത്രം മതി. പേയ്മെന്റ് പ്രോസസ്സ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. പേയ്മെന്റ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് ഒരു 1000 rupees ആണ് നമുക്ക് ഇതിന് ചാർജ് വരുന്നത്. ഇത് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു വിതിൻ 5 minutes, മാക്സിമം വിതിൻ 5 minutes നിങ്ങൾക്ക് ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അത് നേരെ ആ ലിങ്ക് വൺ ടൈം യൂസ് ആണ്. ആ ലിങ്ക് ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവും നമ്മളുടെ ടെലിഗ്രാം ചാനലിലോട്ട് നിങ്ങൾക്ക് ആഡ് ആവുകയും ചെയ്യുന്നതായിരിക്കും. എക്സാക്ട്ലി ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു മാസത്തേക്കാണ് നമുക്ക് ഈ ഒരു ചാർജ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി കോൾസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാക്ട്ലി എൻട്രി ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്, ദാറ്റ് വിത്ത് ലൈവ് അസിസ്റ്റൻസ് ഉണ്ട്. യൂട്യൂബിൽ 9 to 3:30 നമ്മൾ എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. ആ ലൈവിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയ ടൈമിൽ തന്നെ വേണമെങ്കിൽ ലൈവിൽ കയറി നോക്കുക. ഇല്ലെങ്കിൽ ലൈവ് എടുക്കാൻ ലൈവ് കാണാൻ താല്പര്യമുള്ളവർ ലൈവ് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ ട്രേഡ്സ് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരെ താഴെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, അവിടെ കയറുക. അവിടെ കയറിയിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് നമ്മളുടെ സർവീസസുകൾ. നമുക്ക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജസ്റ്റ് ഈ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്, ഇതെല്ലാം എങ്ങനെയുണ്ട് എന്ന് അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിച്ചോളുക. അവിടെയുള്ള കമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് 500 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് അവിടെ തന്നെ ഇപ്പോൾ. സോ അവിടെ തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുക എന്താണ് റെസ്പോൺസ് എന്ന് അറിയാമല്ലോ. ഫൈൻ, നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇത് ഒരു ഫ്രഷർ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡെയിലി മിനിമം നമ്മൾ 3 കോൾസ്, മജോറിറ്റി ടൈം 3ൽ തന്നെ നമ്മൾ നിൽക്കും കേട്ടോ. ചിലപ്പോൾ 2 കോൾസ് നിർത്തും ചില ദിവസങ്ങളിൽ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രൊവൈഡ് ചെയ്യുന്നു നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി 3 കോൾസ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ 3 ഓടിപ്പോയി എടുക്കരുത്. ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഒന്നിന് നിഫ്റ്റി, ഇല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക്, ഇല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാസം മുഴുവൻ നിങ്ങൾ ആ നിഫ്റ്റിയിലും, ഇപ്പൊ നിഫ്റ്റിയിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിഫ്റ്റിയിൽ മാത്രം എടുക്കുക. ആ രീതിയിൽ മാത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്ത് പോവുക. നിഫ്റ്റി ബാങ്ക് ഇതിപ്പോ നിങ്ങൾ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി എടുത്തു, പോസിറ്റീവ് കോറിലേഷൻ ആണ് മജോറിറ്റി ടൈം നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി കാണിക്കുന്നത്. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അറ്റ് എ ടൈം ഒരുപോലെയാണ് ഇത് 3 പോകുന്നത്. നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി മുകളിലേക്ക് താഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് കറന്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 3ലും കയറി എൻട്രി എടുത്തു, അത് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ലോസസിലോട്ട് പോകുന്നതായിരിക്കും. റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് പ്രശ്നത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഞാനൊരു എക്സലിലോട്ട് കൊണ്ടുപോകാം നിങ്ങളെ. അവിടെ ജസ്റ്റ് ഡയറക്ട്ലി ഞാൻ കാണിച്ചു തരാം എങ്ങനെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാം എന്നുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ചെയ്യണം. ചെയ്യാതെ നിങ്ങൾ പ്രീമിയം ഗ്രൂപ്പിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് ഇവിടെ നിന്നല്ല, എവിടെ പോയി നിങ്ങൾ സിഗ്നൽസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആ എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യുക നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് അല്ലേ. ഇൻഡിവിജ്വലി എടുക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അവിടെ എന്താണ്, എങ്ങനെ, എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്യരുത്. അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്.
മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വരികയും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണ് നമുക്കൊരു ട്രേഡർ, ആസ് എ ട്രേഡർ നമുക്ക് വേണ്ട ഒരു കാര്യം. ബട്ട് എന്നാൽ പെട്ടെന്ന് മാർക്കറ്റിലോട്ട് വരുന്നു, ചാടി കയറുന്നു, ട്രേഡ് എടുക്കുന്നു, പൊസിഷൻ സീസിങ് ഇല്ല, സൈസിങ് ഇല്ല, ഒരു റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നൽസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഞാനിവിടെ ഓപ്പൺ ആയിട്ട് കാര്യം പറയുകയാണ്. കാരണം എൻ്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയം ഗ്രൂപ്പ് സെല്ല് ചെയ്യുക എന്നതല്ല. നിങ്ങൾക്കൂടെ അത് യൂസ്ഫുൾ ആകണം. നിങ്ങൾ 1000 rupees പേ ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 rupeesനുള്ളെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടണം, 10x എങ്കിലും മിനിമം കിട്ടണമെന്ന് മനസ്സോട് ആഗ്രഹിക്കുന്നുണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ പിന്നെയും ചെയ്ത് തരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ വരുന്നു, ജോയിൻ ചെയ്യുന്നു, ലൈവിൽ വരുന്നു, നിങ്ങൾക്ക് നേരെ ഡാക്കിൽ ചെയ്യാം അല്ലേ? എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യണം. നല്ല റിസൾട്ട് നമ്മൾ ആസ് എ ഫാമിലി, ആസ് എ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഗ്രോ ചെയ്യാനായിട്ട് കഴിയണം. സോ നമുക്ക് കൂടുതലൊന്നും പോകുന്നില്ല, നേരെ എക്സലിലോട്ട് നമുക്ക് പോകുന്നതാണ്. സോ ബേസിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി, റൈറ്റ്? ആൻഡ് ഫിൻ നിഫ്റ്റി. ഇതിന്റെ ലോട്ട് സൈസ്, റൈറ്റ്? സ്ക്രിപ്റ്റ് ലോട്ട് സൈസ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ലോട്ട് സൈസ് എല്ലാവർക്കും എത്രയാണെന്ന് അറിയാലോ. നിഫ്റ്റിയുടെ എത്രയാണ്? 50 ആണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്കിന്റെയോ 15 ആണ്. വാട്ട് അബൌട്ട് ഫിൻ നിഫ്റ്റി? 40 ആണ്. ഇതാണ് നമ്മളുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ലോട്ട് സൈസ്. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും കമ്പൽസറി ആയിട്ട് ജസ്റ്റ് ലൈക്ക് നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഒരു സീരീസ് ഉണ്ട്. ആ സീരീസ് ഫ്രീ സെഷൻസ് ആണ്, യൂട്യൂബിലുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 episodes ആയിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി അതിന് വന്നുകൊണ്ടിരുന്നോളും. നിങ്ങൾ അത് ഡെഫിനറ്റ്ലി കാണുക. സോ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ബേസ് കിട്ടുന്നതായിരിക്കും അതിൽ നിന്ന് തന്നെ. സോ നിങ്ങൾ ഒരു ലോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് മിനിമം ബേസിക്കലി ഞാൻ കീപ്പ് ചെയ്യാറുള്ളത് എന്ന് പറയുന്നത് SL, റൈറ്റ്? SL പോയിന്റ്സ് എന്ന് നമ്മൾ ബേസിക്കലി കീപ്പ് ചെയ്യാറുള്ളത്. നിഫ്റ്റിയിൽ ഞാനൊരു 20 പോയിന്റ്സ് ആണ് കീപ്പ് ചെയ്യാറുള്ളത്. നിഫ്റ്റി ബാങ്കിൽ അറൌണ്ട് ഒരു 50 ആണ്. ഫിൻ നിഫ്റ്റിയിൽ അറൌണ്ട് 20 ആണ് കീപ്പ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മളുടെ നോർമൽ പ്രൈസ് വാല്യൂസ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് മാക്സ് ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റിലോട്ട് ഞാൻ അവിടെ പുഷ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. മജോറിറ്റി ആൾക്കാരും ലോസസിൽ വന്നു ചേരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? എക്സ്പെക്ടേഷൻസ് ആണ്. മാർക്കറ്റിൽ വരുന്നതിന്റെ എക്സ്പെക്ടേഷൻസ് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. മാർക്കറ്റിൽ വരിക, സിഗ്നൽസ് കിട്ടുന്നു, നേരെ ഹ്യൂജ് പ്രോഫിറ്റിലോട്ട് പോകാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. എക്സ്പെക്ടേഷൻസ് എല്ലാം മാറ്റി വെച്ചേക്കുക, റിയാലിറ്റിയിലോട്ട് വരിക. റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോസസ് ജനറേറ്റ് ചെയ്യും. കമ്പൽസറി ആയിട്ട് എല്ലാവരും ലോസസ് ജനറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും ഗ്രീനിൽ പോകാനായിട്ട് ആരെയും കൊണ്ടും സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടാലി ചെയ്യാനായിട്ട് പറ്റണം. ആ ലോസിനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കണം. സ്മോൾ ലോസസും ബിഗ് പ്രോഫിറ്റ്സും ആയിരിക്കണം നമ്മൾ ഗെയിൻ ചെയ്യുന്നത്. അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സിയർ മാക്സിമം ലോസ്, ഒരു ലോട്ട് എടുക്കുന്ന ആൾക്ക് മാക്സിമം ലോസ് എത്ര ആയിരിക്കും വരാൻ പോകുന്നത്? ഇവിടെ എത്ര വരും? 1000 rupees അല്ലെ? 1000 rupees. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 750 rupees വരുന്നുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ 800 rupees വരും. സിയർ അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റ്സ് സേ 50,000 ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് 50,000 ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് ഇറ്റ് വിൽ കോസ്റ്റ് യു അറൌണ്ട് 50,000 ഉള്ള ഒരാൾക്ക് ഇത് 2% ആണ്, റൈറ്റ്? മാക്സ് ലോസ് ഇൻ പെർസെന്റേജ് പറയാനാണെങ്കിൽ ഇത് എത്രയാണ്? 2% ലോസ് ആണ്. ഇത് ലെസ് ദാൻ 2% ആണ് അല്ലേ? ലെസ് ദാൻ 2%. വാട്ട് അബൌട്ട് ദിസ് വൺ? സെയിം സിറ്റുവേഷൻ അല്ലേ? ലെസ് ദാൻ 2%. ഗുഡ്. സോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് ഫാർ ബെറ്റർ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ്. RR, റിസ്ക് റിവാർഡ്, നമ്മൾ ബേസിക്കലി എപ്പോഴും 1:3 നമുക്ക് കിട്ടാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്ക് 1:3 കിട്ടുന്നില്ല എന്ന് നോക്കുക. മജോറിറ്റി ടൈം, ചില ടൈമിൽ 1:2.5, 2.5 അബോൺ എന്തായാലും ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് തന്നെയാണ് 1:10, 1:14 വരെ ക്യാച്ച് ചെയ്ത ദിവസങ്ങളുണ്ട്. ഓടിപ്പോയി ലൈവിൽ ബാക്കിലോട്ട് ഓടി നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയും. 1:3, 1:4, 1:6 ഹ്യൂജ് റാലീസ് ക്യാച്ച് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ 1:3 മാത്രമേ പറയുന്നുള്ളൂ. 1:3 നിങ്ങൾ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്, റൈറ്റ്? മിൻ റിവാർഡ് ഇല്ലെങ്കിൽ റിവാർഡ് മാത്രം കൊടുക്കാം. ഓക്കെ, മിൻ റിവാർഡ്, മിനിമം റിവാർഡ്, റൈറ്റ്?
അല്ലെങ്കിൽ റിവാർഡ് മാത്രമേ കൊടുക്കുന്നു. റിവാർഡ് എന്ന് പറയുകയാണെങ്കിൽ 3000 ഇവിടെ എത്ര വരും? ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 750 rupees, right? So 750 thrice belongs to 2200 rupees almost, right? 2200 നമുക്ക് അവിടെ ബേസിക്കലി വരുന്നു. Then 2400, right? ഈ ഒരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് പ്രോഫിറ്റ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആകുക, മാർക്കറ്റിൽ ഗ്രീഡി ആകാതിരിക്കുക, എക്സ്പെക്ടേഷൻസ് കുറച്ചിട്ട് റിയാലിറ്റി മനസ്സിലാക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക. മജോറിറ്റി ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ പറയുക, ലൈക്ക് നിങ്ങൾ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പ്രോഫിറ്റ് ആൻഡ് ബിഗ് ലോസ്. ഇത് ഞാൻ മാറ്റിത്തരാം. സ്മോൾ പ്രോഫിറ്റ് ആൻഡ് ബിഗ് ലോസസ് ഞാൻ മാറ്റിയിട്ട് നേരെ തിരിച്ചു തരാം. സ്മോൾ ലോസസ് ആൻഡ് ബിഗ് പ്രോഫിറ്റ് ആക്കി തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില റൂൾസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഒരു മാസം നിങ്ങൾ 10 to 15% അല്ലെങ്കിൽ 15% to 20% ഗ്രാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർത്തിയേക്കുക. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അതൊക്കെയെന്ന് പറയുന്നത് ഹ്യൂജ് റിസൾട്ട് ആണ്, ഹ്യൂജ് റിട്ടേൺ ആണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ബാങ്കിലൊക്കെ നമുക്ക് കിട്ടുന്ന എത്ര പെർസെന്റേജ് ആണ്? 5 to 8% മാക്സിമം ടോപ്പാണ് ഒരു വർഷം കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഒരു മാസം നിങ്ങൾ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് ഗുഡ്, എക്സ്ട്രാ ഓർഡിനറി. അത് മതി. ഗ്രീഡ് ആകാതിരിക്കുക, മാറ്റി വെക്കുക. എല്ലാ ദിവസവും മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് അല്ല ആകാൻ പോകുന്നത്, നമുക്ക് ലോസസ് ജനറേറ്റ് ചെയ്യും. സോ നമ്മൾ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് നമ്മൾ എന്തിനാണ് പിന്നെയും മാർക്കറ്റിലോട്ട് തന്നെ കൊണ്ട് കൊടുക്കുന്നത്? സോ ജസ്റ്റ് ബി കോൺസ്റ്റന്റ് ആവുക. വേറെയും ഒരു കാര്യമുണ്ട്, ഇതിന് കുറഞ്ഞ് ലൈക്ക് ക്യാപിറ്റൽ കുറഞ്ഞവർ ഇഷ്ടം പോലെ പേരുണ്ട്. 10,000 ചെയ്യുന്നവരുണ്ട്, 15,000 ചെയ്യുന്നുണ്ട്, ലൈക്ക് ഐ നോ 10 lakh പ്ലസ് ചെയ്യുന്നവരും ഉണ്ട് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ. ഐ നോ ദാറ്റ് വൺ. ബട്ട് എന്നാൽ 10,000 rupees ഉള്ള ഒരാൾ, ഇല്ല 5,000 to 10,000 rupees ഉള്ള ഒരാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫിൻ നിഫ്റ്റിയും കൂടെ ചെയ്തോളുക, കുഴപ്പമില്ല. ബാങ്കിലോട്ട് തൊടാതെ ഇരിക്കുക, നിഫ്റ്റിയിൽ മാത്രം ക്യാച്ച് ചെയ്യുക. അതും എക്സാക്ട്ലി 20 points സ്റ്റോപ്പ് ലോസ് തരുന്ന ടൈമിൽ നല്ലൊരു സ്ട്രോങ് കൺവിഷൻ പറയാം. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഡു ഇറ്റ്. ലൈവിൽ കൂടെ നിങ്ങളുണ്ടെങ്കിൽ പെർഫെക്റ്റ്. ലൈവിൽ കൂടെ നിങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് ലൈക്ക് ആ ഒരു ടൈം ഞാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന ട്രേഡ്സ് ഉണ്ട്, എടുക്കുക, സ്മൂത്ത് ആയിട്ട് എടുക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ലോസ് വരാൻ പോകുന്ന 1000 ആണ്. 5,000 ലോസ് പോയി, 1000 പോയി, ഓക്കെ ഫൈൻ, ഡൺ ഫോർ ദ ഡേ എന്ന രീതി ചെയ്യുക. ആൻഡ് ഓൾസോ നോർമലി ഉള്ളവരാണെങ്കിലും നിങ്ങൾ നിഫ്റ്റിയിൽ നിന്ന് രാവിലെ ട്രേഡ് എടുത്തു, ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നിഫ്റ്റി ബാങ്കാ തരുന്നത് വെച്ചാൽ നിഫ്റ്റി ബാങ്കിൽ പോയി എടുക്കണ്ട. നേരെ എപ്പോഴാണോ വൈകുന്നേരം ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഒരു സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നോക്കാം. ഫൈൻ. ഇതൊക്കെ നമ്മൾ നോക്കി നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. ഫൈൻ. സോ അതുപോലെ തന്നെ മാർക്കറ്റ്സ് ആർ ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് എടുക്കുന്നു, നിങ്ങളുടെ റിസ്ക് ആണ്, നിങ്ങളുടെ മണിയാണ്. വാട്ടർ ബീറ്റ് ഇറ്റ്സ് ഓൾ യുവേഴ്സ് അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൂടെ ഉണ്ട്. ബ്ലൈൻഡ്ലി എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതൂടെ റൂൾസ് ഫോളോ ചെയ്ത് നോക്കിക്കേ, റിസൾട്ട് കിട്ടും. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശരിയാണോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ അറിയാം. ജെന്യൂൻലി ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് ജസ്റ്റ് കമന്റിൽ പറയുക. ഫൈൻ. സോ നിങ്ങൾ നിഫ്റ്റി എടുക്കുന്ന ആരാണെങ്കിൽ നിഫ്റ്റി തന്നെ ഫോക്കസ് ചെയ്യുക. നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ അത് മാത്രം, ഫിൻ നിഫ്റ്റി ആണെങ്കിൽ അത് മാത്രം. ഇങ്ങനെ ചാടി പോകാതിരിക്കുക, ഏതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. മന്ത്ലി കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റ് ആകുക, ഇതാണ് നമ്മുടെ ഇന്റൻഷൻ. അല്ലാതെ ഡെയിലി പ്രോഫിറ്റ്, ഡെയിലി ട്രേഡ് ചെയ്യുക എന്നതല്ല. ഗോട്ട് ഇറ്റ്? സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വേറെ എന്തെങ്കിലും കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റിൽ അറിയിക്കുക, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സീ യു ദേർ ഓൺ ലൈവ് സെഷൻ. ഡെയിലി നമുക്ക് രാവിലെ 9 മണി മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും വരുന്നുണ്ട്. നമ്മുടെ സീരീസുകളായിട്ടുള്ള 3 സീരീസ് നമുക്ക് ഇനിയും ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, മാർക്കറ്റ് സൈക്കോളജി, ആൻഡ് തേർഡ് വൺ സ്റ്റോക്ക് മാർക്കറ്റിന്റെ 3 സീരീസ്. ഈ ഒരു 3 സീരീസുകളും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി എല്ലാ വീക്സും നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കുറെ അധികം കാര്യങ്ങൾ ഇനിയും നമ്മൾ വരുന്നുണ്ട്. സോ ഫോളോ അപ്പ് ഫോർ മോർ വീഡിയോസ്. ബൈ.